അമേരിക്കയും ഇസ്രായേലും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം തുടങ്ങി വെച്ച ആ യുദ്ധം ഇന്ന് 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 8 ദിവസമാകുമ്പോൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒരു ചുക്കും ചുണ്ണാമ്പ് നേടിയില്ലെന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇവർ എന്തെങ്കിലും നേടിയെന്ന് പറയാനും നെതന്യാഹുവിനും അതുപോലെ തന്നെ ട്രംപിനും സാധിക്കുകയുമില്ല. അതാണ് പ്രധാനപ്പെട്ട ഉത്തരം. കാരണം ഇറാനിൽ ഭരണമാറ്റം നടത്താൻ കഴിയില്ല, ഇറാനിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു നിയന്ത്രണം ഏറ്റെടുക്കാനും കഴിയില്ല, ഇറാനെ കീഴ്പ്പെടുത്താനും കഴിയില്ല. ഇറാനിൽ നിന്നുള്ള അക്രമങ്ങളുടെ തോതാണെങ്കിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എന്താണ് ഈ യുദ്ധത്തിൻ്റെ നേട്ടമെന്ന് ചോദിച്ചാൽ, ആയത്തുള്ള അലി ഖംനയെയും 40ഓളം ഉന്നതരെയും കൊലപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ ഇവർക്ക് പറഞ്ഞ് വീമ്പിളക്കാൻ സാധിക്കും. പക്ഷേ മരണം രക്തസാക്ഷിത്വമായി കാണുന്നവരെ അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നവരെ വധിച്ചുവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ രക്തസാക്ഷ്യം വരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയോട് നിങ്ങളെ കൊന്നുകളയുമെന്ന് പറയുന്നത്, അതിൽ ആനന്ദം കൊള്ളുന്നത് എന്ത് തരം വിഡിത്തമാണെന്ന് അത്തരം ഭീഷണി മുഴക്കുന്നവർക്ക്, അങ്ങനെ മേനി നടിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇറാനെ അങ്ങനെയൊന്നും കീഴ്പ്പെടുത്താനോ ഇല്ലായ്മ ചെയ്യാനോ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന്. കാരണം ചരിത്രം അറിയുന്നവർക്കറിയാം, പണ്ട് 1980 മുതൽ 88 വരെ ഏതാണ്ട് 8 വർഷക്കാലത്തോളം നീണ്ടുന്ന ഇറാൻ യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധത്തിന് പിന്നിലും അമേരിക്കയും ഈ പറയുന്ന ശക്തികളുമൊക്കെ തന്നെയായിരുന്നു. അതായത് ഇറാനെ തീർക്കാൻ വേണ്ടി സകല പിന്തുണയും സാമ്രാജ്യത്വ ശക്തികൾ നിരുപാധികം നൽകുകയുണ്ടായി. പക്ഷേ ഇറാൻ വിട്ടുകൊടുത്തില്ല, കീഴടങ്ങിയില്ല. 8 വർഷമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. അതിനുശേഷം പലപ്പോഴും ഇറാന് നേരെ പല രീതിയിലുള്ള ചരിത്രപ്രയോഗങ്ങൾ, അതുപോലെ തന്നെ ചതിപ്രയോഗങ്ങളെല്ലാം നടന്നിട്ടുമുണ്ട്. പല രീതിയിൽ തീർത്തു കളയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആഭ്യന്തര കലാപം നടന്നപ്പോൾ പോലും ഇറാൻ താഴെ വീഴുന്നു എന്നുള്ള തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ പ്രതീക്ഷയൊക്കെ പുറപ്പെടുവിച്ചതുമാണ്. അതിനു മുമ്പ് ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി ആക്രമണം നടത്തിക്കഴിഞ്ഞ ജൂണിൽ അന്നും ഇറാന്റെ സകലതും കഴിഞ്ഞെന്ന മട്ടിൽ പ്രചരണങ്ങളിലുണ്ടായത്. അതായത് കഴിഞ്ഞ ജൂണിൽ പോലും ഈ പ്രചരണങ്ങളെല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് നിവർന്നു നിന്ന ചരിത്രമാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനും IRGCക്കും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ മുമ്പുള്ളതിനേക്കാൾ രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ഇറാനിലേക്ക് നടക്കുന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടാകുന്നുമുണ്ട്. 180 കുട്ടികളൊക്കെ ഒറ്റയടിക്ക് കൊല്ലപ്പെടുന്ന വിധത്തിൽ ക്രൂരമായ മനുഷ്യത്വവിരുദ്ധമായ ആക്രമണങ്ങൾ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുമുണ്ട്. നെതന്യാഹുവിന് അത് പുത്തരിയല്ല. അത്തരം മരണങ്ങൾ ഉണ്ടെങ്കിലേ അവർക്കൊക്കെ സന്തോഷിക്കാനാകുന്ന നിലയിലാണ് അവരുടെ പോക്കെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെ എണ്ണക്കപ്പൽ IRGC ആക്രമിച്ച് മുക്കിക്കളയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുമുണ്ട്. ഇസ്രായേലിൽ അയൺ ഡോമുകൾ നിർവീര്യമാകുന്ന വിധത്തിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുക കൂടിയാണ്. പല മാധ്യമങ്ങളും ഇപ്പോൾ ഇസ്രായേലിലെ പല നഗരങ്ങളിലും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി, കെട്ടിടങ്ങൾ വെന്ത് വെണ്ണീറായി കിടക്കുന്നതിൻ്റെയും വാഹനങ്ങൾ കത്തിച്ചാമ്പലാകുന്നതിൻ്റെയും ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുമുണ്ട്. അതായത് ഇസ്രായേലിലും ആക്രമണങ്ങൾ രൂക്ഷമാകുന്നുണ്ടെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. പക്ഷേ ആ വിവരങ്ങളെല്ലാം പരിമിതമാണ്. കാരണം സെൻസർഷിപ്പ് ഉണ്ട് അവിടെ. ഇറാനിൽ ഒരു സംഭവം ഉണ്ടായി, ഏറെ സമയം കഴിഞ്ഞ് കൃത്യമായി സെൻസർ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് ഇത്തരം വാർത്തകളെല്ലാം IDF സ്ഥിരീകരിക്കുന്നുള്ളൂ. പരിമിതമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും മാത്രമേ പുറത്തു വന്നിട്ടുമുള്ളൂ. ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഞങ്ങളൊക്കെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആർത്തുല്ലസിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് കുറച്ച് നാളുകൾ മുമ്പ് ഇസ്രായേലിൽ നിന്നും ഇരുന്നു കൊണ്ട് പോസ്റ്റ് ഇട്ട് ചിരിക്കുന്ന ചിത്രം വരെ, അല്ലെങ്കിൽ അവിടെ നിന്ന് നൃത്തം ചവിട്ടുന്ന പല മലയാളി സുഹൃത്തുക്കളെയും ഇപ്പോൾ ഓൺലൈൻ സ്പേസിൽ പോലും കാണാനില്ല എന്നുകൂടി ആലോചിക്കണം. അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അത് തന്നെയാണ് ആശംസിക്കുന്നത്. കാരണം അവർക്കൊന്നും യാതൊന്നും സംഭവിക്കുക, കാരണം അവരെല്ലാം നമ്മുടെ നാട്ടുകാരാണ്. അതിനേക്കാളൊക്കെ ഉപരി അവരെല്ലാം മനുഷ്യരാണ്. ഒരു മനുഷ്യർക്കും ഒന്നും സംഭവിക്കരുതെന്ന് തന്നെയാണ് ഈ നിമിഷം പോലും പറയാനുള്ളത്. അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്, അവരെല്ലാം നമ്മുടെ കൂടെയുള്ളവരാണ്, സഹജീവികളാണ്. ആ സ്നേഹം നമുക്കെന്നും ഉണ്ടാവുകയും വേണം. പക്ഷേ ഒന്നോർക്കുക, മറ്റൊരു രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ ഇവിടെ ഇരുന്ന് കൈകൊട്ടിച്ചിരിക്കുമ്പോൾ ആലോചിക്കുക, തിരിച്ചടി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നെഞ്ചത്ത് മിസൈലും ബോംബും ഒക്കെ കയറി നമ്മളും പൊട്ടിച്ചിതറിപ്പോയെന്ന് വരാം. അതുകൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ദുരന്തത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് മരിക്കുന്നവരുടെ മതം നോക്കി അവർ മുസ്ലിങ്ങളാണ്, ചാകട്ടെ, ചാകേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് തുള്ളിക്കളിക്കുമ്പോൾ ഏതൊരു വർഗീയവാദിയുടെയും മണ്ടയിലേക്ക് ഈ മിസൈലും അതുപോലെ നെഞ്ചത്തേക്ക് ബോംബുമൊക്കെ വീഴാനുള്ള സാഹചര്യം ഇന്നത്തെ ഈ നശിച്ച ലോകക്രമത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് എല്ലാവരും തിരിച്ചറിയുകയെങ്കിലും വേണം. കാരണം അമേരിക്ക ആ രീതിയിലാണ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കിഷ്ടമുള്ള എന്തും ചെയ്യും, അവർക്കിഷ്ടമില്ല എന്നതിൻ്റെ പേരിൽ ആരെയും കൊല്ലാം, ഏത് രാജ്യത്തിൻ്റെ പരമാധികാരവും തകർക്കാം, എങ്ങോട്ട് വേണമെങ്കിലും ബോംബിടാം, എങ്ങോട്ട് വേണമെങ്കിലും മിസൈൽ അയക്കാം, എങ്ങനെ വേണമെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം കാർന്നെടുക്കാം.
കവർന്നെടുക്കാം എന്നതിൻ്റെ, അതുമാത്രമല്ല എന്തിൻ്റെ പേരിലും എന്ത് പേര് പറഞ്ഞിട്ടും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ തട്ടിക്കളയാം, തട്ടിക്കൊണ്ടുപോകാം, അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡിയിലെടുക്കാം, അങ്ങനെയൊക്കെയുള്ള നിലയിലേക്ക് സകല അന്താരാഷ്ട്ര മര്യാദകളും നിയമങ്ങളും ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ വൃത്തികെട്ട പോക്കം തന്നെയാണ് ലോകം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും ഇപ്പോൾ അതിനൊപ്പം തന്നെ നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ദാ നോക്കൂ, 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെ കപ്പൽ മുക്കി എന്നുള്ളത്. അതുപോലെ തന്നെ ഈ USS എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന പടക്കപ്പലിന് നേരെയുള്ള ആക്രമണം ഇറാൻ ശക്തമാക്കിയിട്ടുമുണ്ട്. ആ പടക്കപ്പലുകൾ പ്രതിരോധം തീർത്തിരുന്ന അമേരിക്കയുടെ മറ്റൊരു ഡിഫൻസ് കപ്പൽ, ഡിസ്ട്രോയർ കപ്പൽ, യുദ്ധക്കപ്പലുകൾ നേരെയെല്ലാം ഇറാൻ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതും പുറത്തു വരുന്ന വിവരങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ തുടർച്ചയായി വീണുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പലതരത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയെന്ന് ഇറാൻ പറയുന്നുണ്ട്. ആ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വീണാൽ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ചിന്നിച്ചിതറി പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള ബോംബുകളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ബോംബുകൾ പെട്ടെന്ന് നിർവീര്യമാക്കാനായിട്ട്, അത് കണ്ടെത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുമാണ്. മിസൈലുകൾ തകർത്താലും ആ മിസൈലുകൾക്കുള്ളിൽ നിന്നും ഈ ബോംബുകൾ നിലത്ത് വീണ് ചിതറിപ്പൊട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇസ്രായേലിലെ ആണവ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ തന്നെ ശക്തമായ യുദ്ധം, ആക്രമണം, തിരിച്ചടി, മറുപടി കൊടുക്കുന്ന ഈ ഒരു തരത്തിലേക്കൊക്കെ ഇറാൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അടിച്ചാൽ തിരിച്ചടിക്കും തന്നെയാണ് അവർ പറയുന്നത്. അതായത് ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല, ഒരു സമവായത്തിനുമില്ല എന്ന് തന്നെ അമേരിക്കയിലും ഇസ്രായേലിനുമെതിരെ ശക്തമായ മുന്നറിയിപ്പ് ഇറാൻ ഇതിനോടകം തന്നെ നൽകിയും കഴിഞ്ഞു. നോക്കൂ, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് നോക്കൂ, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന ആ പോസ്റ്റാണ്. അതിൽ പറയുന്നത് സെയ്ദ് അബ്ബാസ് അരാക്ചി എന്ന ഐഡിയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിൽ പറയുന്നത് US പ്രീ പ്ലാൻഡ് അട്രോസിറ്റി ഷോ ദ ഫ്രാഗിലിറ്റി ഓഫ് ഇന്ത്യൻ നേവി, ഓൾമോസ്റ്റ് 130 sailors was stuck in international water without warning എന്നാണ്. അതുകൂടാതെ മാർക്ക് മൈ വേർഡ്സ്, ദ US വിൽ കം ടു ദ റിഗറ്റ് ദിസ് എന്നാണ് പറയുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നിരാശയിലേക്ക്, അല്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള തിരിച്ചടി വാങ്ങിക്കൂട്ടുന്ന സമയം വരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ ശക്തമായ ആക്രമണം നടത്തുമെന്നത് തീർച്ചയാണെന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു. അതേസമയം തന്നെ മൊസാദിന്റെ ചില ഇടപാടുകൾ സൗദിയിലും അതുപോലെ UAEയിലും തുർക്കിയിലുമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ ഇറാനെതിരെ തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തിരിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ട് മാത്രം സൗദിയിലേക്കും UAEയിലേക്കും ഈ പറയുന്ന തുർക്കിയിലേക്കുമൊക്കെ ചില ആക്രമണങ്ങൾ മൊസാദിൻ്റെ ചാരന്മാരെ ഉപയോഗിച്ച് നടത്തി അത് ഇറാൻ്റെ തലയിലിട്ടു എന്നൊരു ചർച്ചകൾ കൂടി ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതായത് ഇറാൻ നേരത്തെ പറയുന്നുണ്ട്, ഞങ്ങൾ കൃത്യമായി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമേ തകർക്കുകയുള്ളൂ, ജനവാസ കേന്ദ്രങ്ങൾ അറബ് മേഖലയിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നില്ല, അത് ഞങ്ങളുടെ ലക്ഷ്യവുമല്ല എന്ന് അതവർ ആവർത്തിച്ച് പറയുകയും ചെയ്യണം. പക്ഷേ അതിനിടയിൽ ജനവാസ മേഖലയിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു, ചില മരണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അത് ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടാകുമ്പോൾ അതിനിടയിലൂടെ മൊസാദിൻ്റെ ചാരന്മാരെ ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇവർ ആക്രമണം നടത്തിയിട്ട് അത് ഈ പറയുന്ന ഇറാൻ്റെ തലയിലിട്ട് കൊടുക്കുകയാണ് ഉണ്ടാകുന്നത്. ഇറാനെതിരെ ഗൾഫ് മേഖലയിൽ വലിയ വൈരാഗ്യം ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ വലിയ ദേഷ്യവും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളും രാഷ്ട്രങ്ങളും ഇറാനെതിരെ തിരിയാൻ വേണ്ടിയിട്ട് മാത്രം അത്തരമൊരു നീക്കം നടത്തിയതായാണ്, അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള ചില ചർച്ചകളും ഉണ്ടാകുന്നുണ്ട്. ചില ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളല്ല എന്ന് ഇറാൻ പറയുമ്പോൾ അതവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുർക്കിയിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഞങ്ങളല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ പിന്നെ ആരാണത് ചെയ്യുന്നത്? ആ ചോദ്യം വളരെ പ്രസക്തമായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാനെ ആ രീതിയിൽ നയതന്ത്രപരമായ ഒറ്റപ്പെടുത്താനുള്ള പല ശ്രമങ്ങളും പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നതിനിടയിലാണ് ഇന്ത്യ ആദ്യമായി ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്നുള്ള വാർത്തയും വന്നിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെത്തി അവിടുത്തെ പുസ്തകത്തിൽ അനുശോചന സന്ദേശം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഖാംനയുടെ മരണത്തിൽ ഇന്ത്യ അനുശോചിക്കുന്നു എന്ന് തന്നെയാണ്. ഇവിടെയുള്ള കുറേ വർഗീയവാദികളായ മുസ്ലിം വിരുദ്ധരായ സംഘപരിവാറിൻ്റെ അടിമകളായിട്ടുള്ള സൈബർ ചാവാലിയായിട്ടുള്ള കുറേ എണ്ണത്തിൻ്റെ കൃമികടിക്കിപ്പോൾ ശമനം ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് പറയാനുള്ളത്. ഖാംനയി ചത്തു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ ചാവാലികൾ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. മരിക്കുന്നവർക്കുള്ള, അല്ലെങ്കിൽ മരിക്കുന്നവരുടെയൊക്കെ മതം നോക്കിയിട്ട് അവരെല്ലാം മരിക്കേണ്ടവരാണെന്നുള്ളൊരു ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. കൃത്യമായും വൃത്തികെട്ട വർഗീയ ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവറ്റകൾ കുരച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ കുറച്ചുകൊണ്ടിരിക്കുന്ന പൊട്ടന്മാരെ ഇവരെല്ലാവരും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുക, കേരളത്തെ 2 തട്ടാക്കി വിഭജിക്കുക, നമ്മുടെ നാട്ടിൽ എപ്പോഴും വർഗീയതയും വർഗീയ വിഷവും അതുപോലെ തന്നെ ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുക, മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം എല്ലായിടത്തും
ഉണ്ടാകണമെന്നൊക്കെ ആഹ്വാനം ചെയ്യുന്ന വർഗീയ ചാവാലികളാണ് ഈ പറയുന്ന വർഗീയ പേ പിടിച്ച ചാവാലുകളുടെ കൂട്ടത്തിൽ കിട്ടിയ ശക്തമായ പ്രഹരമാണ് ഇന്ത്യയുടെ ഈ ധീരമായ നിലപാട്. ഖാംനയുടെ മരണത്തിൽ ഇന്ത്യ അനുശോചനം കൃത്യമായി അറിയിച്ചിരിക്കുന്നു. അല്പം വൈകിട്ടാണെങ്കിലും അവർ കൃത്യമായി അനുശോചനം അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ പറയുന്നത് ഖാംനയുടെ മരണത്തിൽ അനുശോചിച്ചിരിക്കുന്നു എന്നതിന് പുറമെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ വിളിച്ചിരിക്കുക കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ആലോചിക്കണം, ഏത് അമേരിക്കയ്ക്ക് ശക്തമായി അല്ലെങ്കിൽ ഏത് അമേരിക്കയ്ക്ക് ശക്തമായി തിരിച്ചടി കൊടുക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത അതേ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ വിളിച്ചിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. അമേരിക്കയ്ക്ക് ആരാണോ തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞത് അവരെയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി നേരിട്ട് വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ സമാധാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിയമങ്ങൾ പാലിക്കുന്ന ലോകക്രമം വേണമെന്നാണ് മോദി പറയുന്നത്. നോക്കുക, ഇവിടെ ഇന്ത്യയുടെ ആതിഥ്യം സ്വീകരിച്ചു വന്ന ഇറാൻ കപ്പലിലെ അടിച്ചുമുക്കിയ അമേരിക്കൻ നടപടിക്ക് ശേഷം ഇന്ത്യയും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ലോകവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നുകയറുള്ള ഇത്തരം വൃത്തികേടുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ലോകം ഒറ്റക്കെട്ടായി പറയുന്ന സമയത്ത് തന്നെയാണ്, അതേ സമയത്താണ് അതായത് അമേരിക്കയുടെ കൂടെയുള്ള ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ഒക്കെ ഈ വിഷയത്തിൽ ഇറാനെതിരായി നടക്കുന്ന ഈ ആക്രമണം പാടില്ല എന്നും യുദ്ധമുണ്ടാക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ലോകം മുഴുവൻ ഇത്തരത്തിലൊരു യുദ്ധം ഉണ്ടാകരുത്, യുദ്ധത്തിന് കാരണക്കാർ അമേരിക്കയും ഇസ്രായേലും തന്നെയാണെന്ന്, അവരുടെ സ്വാർത്ഥ ലാഭങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ലോകത്തിന് മുഴുവൻ സമാധാനം വേണമെന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ കുറേ പേരിന്ന് ചാവാലികൾ പറയുന്നത് പോലെ ഇറാൻ ഇപ്പോൾ തീരണം, ഇറാനെ അമേരിക്ക പിടിച്ചെടുക്കണം, അമേരിക്കയാണ് ലോകം, അമേരിക്ക മാത്രമാണ് ലോകം, അമേരിക്ക ചെയ്യുന്ന മാത്രമാണ് ശരി, ട്രംപാണ് അടിപൊളി, ട്രംപ് ഗംഭീരമാണെന്ന് ഇന്ത്യ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ പരിപാടി അവസാനിപ്പിച്ച് യുദ്ധം അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു പോകണം, ഇവിടെ സമാധാനമാണ് വേണ്ടതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. നോക്കൂ, യുദ്ധ ദിവസങ്ങൾ അല്ലെങ്കിൽ യുദ്ധം ദിവസങ്ങളോളം നീങ്ങുമ്പോൾ എല്ലാവർക്കും പതിയെ പതിയെ കാര്യം മനസ്സിലാകുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഏത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ ദുരന്തമായി ഇത് മാറുമെന്ന കാര്യം യാതൊരു മാറ്റവുമില്ല. കാരണം യുദ്ധം ഓരോ ദിവസം പിന്നിടുമ്പോഴും ലോകരാഷ്ട്രങ്ങൾക്കാണ് അത് ബുദ്ധിമുട്ടാക്കുന്നത്, വലിയ പ്രശ്നങ്ങളിലേക്ക് അത് പോവുകയും ചെയ്യും, വലിയ തോതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറുകയും ചെയ്യും, സാമ്പത്തിക പ്രതിസന്ധി അടക്കം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഉടൻ സമാധാനം വേണമെന്ന നിലയിലേക്ക് ഇന്ത്യയും നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ഇറാൻ ആണെങ്കിൽ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നും ഒരു തരത്തിലുള്ള ചർച്ചകൾക്കുമില്ല എന്നും ഇറാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇറാനെ അങ്ങനെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയുകയുമില്ല. ഇറാൻ തീക്കളി തുടങ്ങിയിരിക്കുന്നു. ശക്തമായ ആക്രമണം നടത്തി അടുക്കി തിരിച്ചടി എന്ന നിലയിലേക്ക് വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുക കൂടിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്.